നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഇന്ത്യയിൽ നിന്ന് നേഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പ്രവാസ ലോകത്തിൽ നിന്നും പുറത്തു വരുന്നത്. വാർത്തയിലേക്ക്. ഇന്ത്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നായി 700-ലേറെ നേഴ്സുമാരെ കൊണ്ടുവരാനാണ് ആലോചനയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസംബർ അവസാനത്തോടെ ഇവരെ കുവൈറ്റിൽ എത്തിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ആശുപത്രികളിലേക്കും ക്ലിനിക്കുകളിലേക്കുമാണ് റിക്രൂട്ട്മെന്റ് നടത്തുക. വികസിപ്പിച്ച സബാഹ് ആശുപത്രി, പകർച്ചരോഗ ആശുപത്രി, ക്ലിനിക്കുകൾ എന്നിവയിലേക്കാണ് നേഴ്സുമാരെ ആവശ്യമുള്ളത്. കുറച്ചുപേരെ ആരോഗ്യ മന്ത്രാലയം നേരിട്ടും ബാക്കിയുള്ളവരെ കരാർ കമ്പനികളിലൂടെയുമാണ് എത്തിക്കുന്നത്. സ്ഥിര നിയമനത്തിനു പകരം കരാർ നിയമനത്തിനാണ് മന്ത്രാലയം മുൻഗണന നൽകുന്നത്. കരാർ നിയമനമായാൽ സേവനാന്തര ആനുകൂല്യങ്ങൾ നൽകേണ്ടി വരില്ല എന്നതാണ് അധികൃതർ കാണുന്ന ഏറ്റവും വലിയ നേട്ടം. വിദേശത്ത് നിന്ന് എത്തുന്ന നേഴ്സുമാരിലേറെയും 4-5 വർഷത്തെ സേവനത്തിനു ശേഷം കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മാറിപ്പോകുന്നതും അധികൃതരെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കുന്നുമുണ്ട്. നേഴ്സ് ക്ഷാമം കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തെ നന്നായി വലയ്ക്കുന്നുണ്ട് എന്നൊരു വാർത്തയും നമ്മൾ ഇതിനോടകം കേട്ടിട്ടുണ്ട്. പുതിയ ആശുപത്രികളിലും നിലവിലെ ആശുപത്രി വികസിക്കുമ്പോഴും ധാരാളം ഒഴിവുകളാണ് വരുന്നത്. അത്തരത്തിൽ നേഴ്സുമാർക്ക് ഈ പ്രവാസി മലയാളിയിലെ ഈ വാർത്ത നന്നായി ഉപകാരപ്പെടുമെന്ന് തന്നെ കരുതട്ടെ. ഇതിൽ സ്വദേശികൾക്കാണ് മുൻഗണനയെങ്കിലും യോഗ്യരായ സ്വദേശി നേഴ്സുമാരെ ആവശ്യാനുസരണം ലഭ്യമല്ലാത്ത സ്ഥിതിയുമുണ്ട്. സിവിൽ സർവീസ് കമ്മീഷൻ വിദേശി നിയമനത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇളവ് വേണമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെയും അഭ്യർത്ഥന. എന്തായാലും കുവൈറ്റിലെ നേഴ്സുമാർക്ക് സുവർണ അവസരം തന്നെയാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. വ്യാജമായ റിക്രൂട്ട്മെന്റിലൊന്നും എത്തിപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.